രേണുവിന്റെ കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞത്. രേണുവും കിച്ചുവും അല്ലെങ്കിൽ ഇപ്പോൾ നാട്ടുകാരൊക്കെ ഋതപ്പൻ എന്ന് വിളിക്കുന്ന ഈ കുട്ടിയുടെ അച്ഛൻ ആരാണ്? അപ്പോൾ ആദ്യം നമ്മൾ പലതും മനസ്സിലാക്കത്തില്ല. പിന്നീടാണ് പല അനുഭവങ്ങളിൽ കൂടെയാണ് നമ്മൾ പല പാഠങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ രേണു പറഞ്ഞ ഓരോ പോയിന്റ് എടുത്തിട്ട് അവൾ നന്ദിയില്ലാത്തവളാണ്, അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ തന്നെ പറഞ്ഞ് നമ്മളവരെ അവിടെ പുറകെ നടക്കുമ്പോൾ ഒന്ന് ഓർക്കുക, പോയി ഇന്റർവ്യൂ എടുത്ത ആളുകൾ അവരെ കുത്തി ചോദിച്ച് അവരുടെ കിട്ടുന്ന പോയിന്റുകൾ എടുത്ത് അത് മാത്രമാണ് അവർ പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വീണ്ടും ഒരു വീഡിയോയുമായി വന്നിരിക്കുകയാണ്, വീണ്ടും ഒരു വിഷയവുമായിട്ട് വന്നിരിക്കുകയാണ്. വേറൊന്നുമല്ല, നമ്മുടെ രേണുസുതി തന്നെ. അപ്പോൾ രേണുസുതിയുടെ വിശേഷങ്ങളാണ് ഞാൻ ഇനി മുന്നോട്ട് കുറച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എല്ലാവരുടെയും കണ്ടന്റ് രേണുസുതിയാണ്. ഞാനും ഇപ്പോൾ രേണുസുതിയുടെ കണ്ടന്റ് തന്നെയാണ് എടുക്കുന്നത്. പക്ഷേ ചില ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഞാൻ എടുക്കുന്നതെന്ന് മാത്രം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്കിവിടെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ആദ്യം പറയുന്ന ഒരു കാര്യം എന്ന് പറയത്തില്ല, ആരോപണം. രേണുവിന്റെ റീൽസ് കാണുമ്പോൾ ഒരുപാട് ആളുകൾ പറയുന്ന കുറ്റമാണ്, ഇത് സുതി മരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, സുതി മരിക്കുന്നതിന് മുമ്പ് ഇങ്ങനത്തെ ഡ്രസ്സുകളൊന്നും ധരിച്ചിട്ടില്ലല്ലോ, ഇപ്പൊ എന്താണ് ഇങ്ങനെ കാണിച്ച് നടക്കുന്നത്, കോലം കെട്ട് നടക്കുന്നത്, ഇപ്പോൾ റീൽസുകൾ ചെയ്യുന്നു, ഇങ്ങനെ ഒരുപാട് പരാതികളും വിമർശനങ്ങളും നമ്മൾ കേൾക്കുന്നതാണ് അല്ലേ. അപ്പോ രേണു ഇത് ആദ്യമായിട്ടല്ല, സുതി മരിച്ചതിന് ശേഷം മാത്രമല്ല റീൽസ് ചെയ്യുന്നത്, അതിനു മുമ്പേ റീൽസ് ചെയ്യുന്ന വ്യക്തിയാണ്, അതിനു മുമ്പേ മറ്റു മോഡേൺ ഡ്രസ്സുകളൊക്കെ ഇടുന്ന ഒരു വ്യക്തിയാണ്. അത് ആരും അന്ന് കണ്ടിട്ടുണ്ടാവില്ല, ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. കാരണം സുതി കൂടെയുണ്ട്. സുതി ഉള്ളത് കൊണ്ട് തന്നെ ആരും അത് ശ്രദ്ധിച്ചിട്ടില്ല. സുതി മരിച്ചു, രേണു ഒറ്റയ്ക്കായി എന്ന് കണ്ടപ്പോഴാണ് പതുക്കെ മാന്തി തുടങ്ങിയത് രേണുവിനെ, അല്ലേ. സുതി മരിച്ചത് ഒരു ലോട്ടറി അടിച്ചതുപോലെയാണ് രേണുവിന്. ഇങ്ങനെയുള്ള ഒരുപാട് ആരോപണങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ ഈ രേണു സുതി മരിച്ചതിന് ശേഷം അല്ല റീൽസുകൾ ചെയ്ത് തുടങ്ങിയത് എന്നുള്ളതിന് നമുക്ക് ഒരുപാട് തെളിവുകൾ ഉണ്ട്. അതാരും കാണാഞ്ഞിട്ടാണോ അതോ മനഃപൂർവ്വം മറച്ചു വെക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചില തെളിവുകൾ നിങ്ങളെ കാണിക്കാം. ഇതെനിക്ക് കോപ്പിറൈറ്റ് വരുമോ എന്ന് എനിക്ക് അറിയില്ല, എങ്കിലും ഞാൻ അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, അത്യാവശ്യം മോഡേൺ ഡ്രസ്സുകളൊക്കെ ധരിച്ച് സുധിയുടെ കൂടെ റീൽസ് ചെയ്തിരുന്ന ഒരാൾ തന്നെയാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത് അല്ലേ. ഇതിന്റെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻകാലങ്ങളിലുള്ള കാര്യങ്ങളിൽ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. സുധി ഉള്ളപ്പം എന്തൊക്കെ നടന്നു, എന്തൊക്കെ ചെയ്തു എന്ന് ആരും നോക്കുന്നില്ല. പിന്നെ അങ്ങോട്ട് ആള് ഒറ്റപ്പെട്ട് കഴിഞ്ഞ് അവൾ എങ്ങനെയൊക്കെയോ കര കയറാൻ നോക്കുന്നു, അല്ലെ അവൾ എങ്ങനെയൊക്കെയോ ജീവിച്ചു പോകാനായിട്ട് ശ്രമിക്കുന്നു എന്ന് കാണുമ്പോഴാണ് അവൾക്ക് നേരെ കല്ലേറുകൾ വരുന്നത്. പക്ഷെ കല്ലേറുകൾ എപ്പോഴും എന്തിനാണെന്നറിയാവോ? അവൾക്ക് കൂടുതൽ ശക്തി പകരുന്നതിന് വേണ്ടിയിട്ട് ദൈവം ഒരുപക്ഷെ കനിഞ്ഞു നൽകുന്നതാണ് ഈ കല്ലേറുകൾ. കല്ലേറ് കൂടുതൽ കിട്ടുമ്പോൾ ചിലവർ തളർന്നു പോകും, പക്ഷെ ചിലവർ ഇരട്ട ശക്തിയോടെ എണീറ്റ് ഓടും. നമ്മുടെ സമൂഹത്തിൽ ഒരു 3-4 കൂട്ടർ വിഭാഗങ്ങളുണ്ട്. അത് നമ്മളുടെ കാര്യത്തിലാണെങ്കിലും മറ്റുള്ളവരുടെ കാര്യത്തിലാണെങ്കിലും ഇത് തന്നെയാണ് അവസ്ഥ. ഇതിപ്പോൾ നാളെ നമ്മൾക്കാണ് ഇങ്ങനെയൊക്കെ വരാനായിട്ട് പോകുന്നത്. ചില ആളുകൾ എന്ത് കണ്ടാലും അതിന് ഫുൾ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ രേണുവിൻ്റെ ഒരു കാര്യം എന്ന് മാത്രമല്ല, രേണുവിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ല മറ്റുള്ളവരുടെ കാര്യത്തിലാണെങ്കിലും എന്ത് കണ്ടാലും അവരെന്ത് ചെയ്താലും ഓക്കെ നല്ലത് കണ്ണുപൂട്ടി പറയും, നല്ലത്. അതുപോലെ തന്നെ രണ്ടാമത്തെ കൂട്ടര് ആരെന്ത് ചെയ്താലും ഇരുന്ന് കുറ്റം പറയും. അവർ മേലുകീഴൊന്നും നോക്കത്തില്ല, ഗുണമോ അതിൻ്റെ നന്മയോ തെറ്റോ ഒന്നും നോക്കത്തില്ല. ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, അവരെ വെറുതെ കുറ്റം പറഞ്ഞ് എത്ര തരം താഴ്ത്താമോ അത്രയും തരം താഴ്ത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. മൂന്നാമത്തെ കൂട്ടർ എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലുമൊക്കെ ഊഹാഭോഗ വാർത്തകളാണെങ്കിൽ പോലും, കുറെ ഫേക്ക് വാർത്തകളൊക്കെ വരില്ലേ, അതാണെങ്കിൽ പോലും കേട്ടിട്ട് വെറുതെ ഇരുന്നങ്ങ് കുറ്റം പറഞ്ഞോളൂ. എന്നാൽ അതിൻ്റെ ശരിയായ വശം എന്താണ് എന്ന് ശ്രദ്ധിക്കാനോ അല്ല അന്വേഷിക്കാനോ അവര് കൂട്ടാക്കാറില്ല. എന്തെങ്കിലും വ്യാജ വാർത്തകൾ കേട്ടിട്ട് ആ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരെ കുറ്റം പറയും. പിന്നെ നാലാമത്തെ കൂട്ടർ നല്ലത് കണ്ടാൽ നല്ലതെന്നും മോശം കണ്ടാൽ മോശമെന്നും പറഞ്ഞ് തിരുത്തി കൊടുക്കും, അല്ലെങ്കിൽ അതിനെ അഭിപ്രായപ്പെടും. തിരുത്താൻ പറ്റുന്നിടത്താണെങ്കിൽ അവർ തിരുത്തി കൊടുക്കും, അല്ല എങ്കിൽ നല്ലതിന് നല്ലതെന്നും മോശം കണ്ടാൽ മോശമെന്നും പറയും. അങ്ങനെ ഒരു നല്ല വിഭാഗം ആളുകളുണ്ട് കേട്ടോ. ഞാനിപ്പോൾ രേണുവിൻ്റെ വീഡിയോകൾ പലതും കാണുമ്പോഴും ഞാൻ ഓർക്കാറുണ്ട്,
ഒട്ടും അവളെ ഇഷ്ടമല്ലാതെ ഇരുന്ന ആളുകൾ പോലും അവളെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയ പല സന്ദർഭങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ആ വ്യക്തിയെ, പക്ഷെ ഇപ്പോൾ എനിക്ക് അവരുടെ ഈ റീൽസ് ഇഷ്ടമായി, അല്ലെങ്കിൽ അവർ ചെയ്ത ഇന്ന കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാറുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. മോശമായി കണ്ട കാര്യങ്ങൾ ഇത് മോശമാണ്, ഇത് കൊള്ളില്ല, ഇതുകൊണ്ട് എനിക്ക് വെറുപ്പാണ് തോന്നിയിട്ടുള്ളത് എന്ന്, അല്ലെ വെറുപ്പാണ് എനിക്ക് തോന്നുന്നത് എന്ന് ഞാൻ പലപ്പോഴും കമന്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ ആ കമന്റുകൾക്ക് ഒരുപാട് പേര് പക്ഷെ ലൈക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതല്ലാതെ പലരും ഇതേപോലെ അഭിപ്രായപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട്. അവരുടെയാണ് നല്ല മനസ്സെന്ന് ഞാൻ പറയും. കാരണം തെറ്റ് കാണുമ്പോൾ, മോശം കാണുമ്പോൾ അത് മോശമെന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുകയും നല്ല കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. ഞാൻ പറയാം, അവരുമായിട്ട് എനിക്ക് അടുത്ത കോണ്ടാക്ട് വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടിയെ എനിക്ക് പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റുമായിരുന്നു എന്ന്. നമ്മൾ ഒരാളുടെ ഒരു മോശം വശം കാണുമ്പോഴത്തേക്കും അവരെ ചീത്ത പറഞ്ഞാൽ നമ്മൾ അവരെ വെറുത്ത് അവരെ തള്ളിക്കളയോ അല്ല ചെയ്യേണ്ടത്. അവരെ നമ്മൾ ചേർത്ത് നിർത്താൻ വേണ്ടി, അല്ലെ അവരെ ഒരു നല്ല വഴിയിലേക്ക് അവരെ കൊണ്ടുവരാനായിട്ട് പറ്റുന്ന അവരെ നമ്മൾ തിരുത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മളൊരു കുറ്റം കാണുമ്പോൾ, അല്ലെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് കാണുമ്പോൾ അവരെ തകർത്ത് തള്ളി നശിപ്പിച്ച് കളയണമെന്ന് ആഗ്രഹിക്കുന്നത് നല്ല മനസ്സല്ല. നമ്മൾ ഈ കല്ലെറിയുന്നു, ഈ ജനങ്ങൾ കല്ലെറിയുന്നു, ഈ കല്ലെറിഞ്ഞ് അവർ അത് കൊണ്ട് അവർ വേദനിച്ച് അവർ പോയി ആത്മഹത്യ ചെയ്യുകയാണെന്ന് വെച്ചോ. അപ്പോൾ ആളുകൾ എന്ത് പറയും? അപ്പോഴത്തേനും ഈ കല്ലെറിഞ്ഞവർ തന്നെ ഒരു കൂട്ടർ മനസ്സിൽ ചിരിച്ചുകൊണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രതികരിച്ചെന്നിരിക്കും. മറ്റുള്ളവർ എന്താ ഈ നെഗറ്റീവ് പറഞ്ഞ ആരെങ്കിലും പോയി അവരുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യുമോ? പിന്നെ പക്ഷെ ഒരാളുടെ പേരിൽ ഇതുപോലെ കുറ്റങ്ങൾ ആരോപിച്ച് അവരെ തകർക്കാനായിട്ട് ശ്രമിക്കരുത്. ഇപ്പം നമ്മൾ ബിഗ് ബോസിലും കണ്ടുകൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളും. ഞാൻ അത് അടുത്തതിനകത്ത് പറയാം, നിങ്ങളൊക്കെ കണ്ട കാര്യങ്ങളാണ്, എന്നാൽ എൻ്റെ അഭിപ്രായം പറയുന്നതാണ്. അങ്ങനെ ഇഷ്ടമല്ലാത്ത ആളുകൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് എന്താണ്? രേണുവിൻ്റെ കാര്യമാണ്. അതുപോലെ അവരെ ഏറ്റവും കൂടുതൽ കാണുന്ന വീഡിയോകൾ രേണുവിൻ്റെതാണ്. അപ്പോൾ ആരാണ് സ്റ്റാർ? ഇഷ്ടമില്ലെങ്കിൽ അത് കാണാതെ പോയാൽ പോരെ? ഇവളെ തെറി വിളിക്കാൻ വേണ്ടി പോയി മെനക്കെട്ടിരുന്ന് അവളുടെ വീഡിയോ കാണും. അത് കാണുന്നത് കൊണ്ട് ആർക്കാണ് ഗുണം? രേണുവിന് ഗുണമൊന്നും ഇല്ലെങ്കിലും, പക്ഷേ രേണു നമ്മൾ അറിയാതെ തന്നെ 100 പേര് തെറി വിളിക്കുമ്പോൾ അത് കേട്ട് നിൽക്കുന്ന മനസ്സാക്ഷിയുള്ള ആളുകൾ, അതുപോലെ ഒരു 100 പേര് അവളെ ഇഷ്ടപ്പെടുന്നവരായി മാറും. മനസ്സിലായോ? ഇതൊക്കെയാണ് അവൾക്കുള്ള ഗുണം. പിന്നെ തെറി വിളിക്കുമ്പോൾ അത് അല്ലെങ്കിൽ ആ വീഡിയോ ഇട്ട ചാനലുകാർക്ക് അതുകൊണ്ട് വളരെയേറെ ഗുണമാണ്. രേണു വളരെ കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. ഞാൻ പറയും, അവളൊരു ധീരയായ ഒരു വനിതയാണെന്ന് തന്നെ ഞാൻ പറയും. ഇത്രയും ജനങ്ങൾ നിന്ന് കല്ലെറിയുമ്പോൾ അതിൻ്റെ മുമ്പിൽ അവൾ പിടിച്ചു നിൽക്കുന്നില്ലേ? അവളൊരു ധീര വനിതയാണ്. അവൾ നല്ല കോൺഫിഡൻസ് ഉള്ള ഒരാളാണ്. കാരണം അവൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഞാൻ എന്തിനു പേടിക്കണം, ഞാൻ ആരെ പേടിക്കണം, എനിക്കാരെയും പേടിയില്ല, എനിക്കാരെയും ഭയമില്ല എന്നവൾ പറയാറുണ്ട്. എൻ്റെ മനസ്സാക്ഷിക്ക് വിരുദ്ധമായിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്നവൾ പറയാറുണ്ട്. ഇപ്പം തന്നെ ആളുകൾ പറയും അവരുടെ വെച്ചുകൊടുത്ത വീടിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു, വെച്ചുകൊടുത്ത ആളുകളെ കുറിച്ച് അങ്ങനെ പറഞ്ഞു, വീട് വെച്ച് കൊടുത്ത ആളുകളെ കുറിച്ച് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് നമ്മളാരും അവിടെ പോയി കേട്ടതല്ല. ഇത് ഈ മീഡിയക്കാര് ചെന്ന് ചോദിച്ച് ഓരോ പോയിന്റ് എടുത്തിട്ടാണ് ഇത് പുറത്തു വരുന്നത്, അല്ലേ? ഇവരെന്താണ് ചോദിക്കുന്നത്? ഇവർക്ക് കിട്ടേണ്ടത് ഒരു നെഗറ്റീവ് പോയിന്റ് ആയിരിക്കും. ആ നെഗറ്റീവ് പോയിന്റ് കിട്ടുന്നത് വരെ ഇവർ തിരിച്ചും മറിച്ചും ചോദിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിൽ ഇവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും പൊഴിഞ്ഞു വീഴുന്ന ഒരു മുത്തുമണി പോലെ കിട്ടുന്ന ഒരു വാക്കായിരിക്കും ഇവരുടെ പിടിവള്ളി. എന്നിട്ട് അതും കൊണ്ട് നടന്നിട്ടാണ് പിന്നെ റീൽസുകളായിട്ടും വീഡിയോ ആയിട്ടും പുറത്തേക്ക് വരുന്നത്, ആളുകൾ തെറി പറയുന്നത്. അവിടെ അതുവരെ സംസാരിച്ച മറ്റു കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല. പലപ്പോഴും നമ്മൾ ഇന്റർവ്യൂകളിൽ കാണാം, ചില ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് കിട്ടുന്നത് വരെ അവരെ തിരിച്ചും മറിച്ചും ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷെ വിവരവും ബോധമുള്ളവർ അവർക്ക് നല്ല തിരിച്ചടി കൊടുക്കുകയും ചെയ്യും. അല്ലാത്തവർ രേണു ഒരു വശത്ത് പൊട്ടത്തിയാണ്. അവളോട് ചോദിക്കുമ്പോൾ അവളെല്ലാം വിളിച്ചു പറയും, സത്യസന്ധമായിട്ട് ആളങ്ങ് വിളിച്ചു പറയും. അതേസമയം അവളത്ര പൊട്ടിയല്ല. എന്നാൽ ചില സ്ഥലത്ത് സംസാരിക്കുമ്പം ആളുകളെ മനസ്സിലാക്കി വരുമ്പോഴായിരിക്കും അവൾ തിരുത്തുന്നത്, അവൾ മാറുന്നത്, അല്ലേ? അപ്പോൾ അവൾ നല്ല രീതിയിൽ മറുപടി കൊടുക്കുന്നുണ്ട് തന്നെ. അപ്പോൾ ആദ്യം നമ്മളൊക്കെ പലതും മനസ്സിലാക്കത്തില്ല. പിന്നീടാണ് പല അനുഭവങ്ങളിൽ കൂടെയാണ് നമ്മൾ പല പാഠങ്ങളും പഠിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ രേണു പറഞ്ഞ ഓരോ പോയിന്റും എടുത്തിട്ട് അവൾ നന്ദിയില്ലാത്തവളാണ്, അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളവരെ അവരുടെ പുറകെ നടക്കുമ്പോൾ ഒന്ന് ഓർക്കുക, പോയി ഈ ഇന്റർവ്യൂ എടുത്ത ആളുകൾ അവരെ കുത്തി ചോദിച്ച് അവർക്ക് കിട്ടേണ്ട പോയിന്റുകൾ എടുത്ത് അത് മാത്രമാണ് അവർ പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അതിനു മുമ്പ് അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളും പുറത്തോട്ട് വരില്ല. മീഡിയക്കാർക്ക് വേണ്ടത് അവരുടെ നെഗറ്റീവായിട്ടുള്ള ഒരു കമന്റിന് വേണ്ടിയുള്ള ജനങ്ങളെ തെറിവിളിക്കേണ്ട രീതിയിലുള്ള വാക്കുകളും ആ പോർഷൻ മാത്രമാണ്. അപ്പം അത് മാത്രമേ പുറത്തേക്ക് വരികയുള്ളൂ എന്നും കൂടി നമ്മൾ ചിന്തിക്കണം. ഈ സ്ഥാനത്തൊക്കെ നമ്മളാണെങ്കിൽ എന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. രേണുവിന് നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാം, നന്നായിട്ട് ഇടപെടാൻ അറിയാം. പല വീഡിയോകളിലും പല ഇന്റർവ്യൂകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാനതൊക്കെ ശ്രദ്ധിക്കുന്ന, ഞാനതൊക്കെ നോട്ട് ചെയ്യുന്ന ഒരാളാണ്.
അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഈ കൺട്രോളൊക്കെ പോകുന്നത് എപ്പോഴാ? അത് എനിക്കാണെങ്കിൽ പോലും അങ്ങനെ ഈ കൺട്രോളൊക്കെ പോകുന്നത് ആവശ്യമില്ലാതെ ഒരു കൂട്ടം ആളുകൾ, ഒരു സമൂഹം അവരുടെ നേരെ ആക്രമണം അഴിച്ചുവിടുമ്പോഴാണ് അവർ പ്രതികരിക്കുന്നത്. ആരാ പ്രതികരിക്കാത്തത്? ഞാൻ പ്രതികരിക്കില്ലേ? നിങ്ങൾ പ്രതികരിക്കില്ലേ? ഇല്ലേ? അത് പറ. എന്നിട്ട് ക്രൂശിക്കാൻ പോവും. പ്രതികരിക്കും, ആരായാലും പ്രതികരിക്കും. ഒരു പരിധി വരെ നമ്മൾ പിടിച്ചു നിൽക്കും. അതിനുശേഷം നല്ല രീതിയിൽ നമ്മൾ പ്രതികരിച്ചിരിക്കും. ആരെയും ആവശ്യമില്ലാതെ ചൊറിയാൻ പോയാൽ ഒരുപാട് ചൊറിഞ്ഞു കഴിയുമ്പോൾ മാന്തുമ്പോൾ കുറച്ച് പാട് വന്നിരിക്കും. ഈ ചൊറിഞ്ഞവരെ കുറിച്ച് നമുക്ക് പുറത്തോട്ട് വരത്തില്ല. ആ അവസാനം എന്താണ്? ഈ മാന്തിയ പാട് മാത്രമേ കാണുള്ളൂ. ചൊറിഞ്ഞത് അധികം ആരും കാണില്ല. ചൊറിയുന്നതിന്റെ ഇറിറ്റേഷൻ നമുക്കറിയാലോ. വശവും കൂടി ആലോചിച്ചിട്ട് മാത്രമേ കുറ്റം പറയാവുള്ളൂ. ഇതിനെക്കുറിച്ചെല്ലാമാണ് കുറ്റം പറയുന്നത്. രേണുവിന്റെ വീടിന് വൃത്തിയില്ല, രേണുവിന്റെ കക്കൂസിന് വൃത്തിയില്ല. എവിടെയൊക്കെയാ പോയി എത്തി നോക്കുന്നത് ആളുകള്? ഈ പറയുന്ന ആളുകളുടെ വീട്ടിൽ പോയാലേ അവരുടെ വൃത്തിയെക്കുറിച്ച് അറിയാൻ പറ്റത്തുള്ളൂ. ഈ വീഡിയോ പിടിക്കുന്നവന്റെ വീട്ടിൽ തന്നെ ചെന്നാൽ അറിയാം അവന്റെ വീട്ടിലെ അവസ്ഥ. നമ്മൾ ആരും അറിയാതെ ഒന്നും അവരുടെ വീട്ടിലോട്ടാണേലും, ഇനിയിപ്പോൾ എൻ്റെ വീട്ടിലോട്ടാണേലും ചിലപ്പോൾ പെട്ടെന്ന് കയറി വന്നാൽ ഞാൻ അത്ര വൃത്തിയാക്കിയിടണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്, ചെയ്യുന്ന ആളാണ്. എന്നാൽ പോലും ഒരുപക്ഷെ ചില സമയത്തൊക്കെ മോശമായിട്ട് കിടന്നു വരും. ആ കണ്ട ഒരു കാര്യത്തിൽ വെച്ചിട്ടായിരിക്കും ആളുകൾ പ്രചരിപ്പിക്കുന്നത്, തെറ്റായ സന്ദേശം കൊടുക്കുന്നത്. വൃത്തിയുടെ മാനദണ്ഡം എന്ന് പറയുന്നത് പലർക്കും പലതരത്തിലാണ്. അവർ ചെയ്യുന്ന കാര്യത്തിൽ 100% അവർ തൃപ്തരാണ് അവരുടെ വൃത്തിയിൽ. പക്ഷെ വേറൊരാൾ ചെന്ന് കാണുമ്പോൾ വൃത്തി കുറവായിട്ട് നമുക്ക് അനുഭവപ്പെടും. ഞാൻ പറഞ്ഞില്ലേ, 100 പേരെ എടുത്താൽ അവരുടെ വൃത്തിയുടെ മാനദണ്ഡം 100 തരത്തിലായിരിക്കും. നമുക്ക് വിമർശിക്കാം, കാര്യങ്ങൾ പറയാം, പക്ഷെ ഒരു മാന്യമായ വിമർശനങ്ങളും മാന്യമായ രീതിയിലും ഒക്കെ നമുക്ക് സംസാരിക്കാം കേട്ടോ. പിന്നെ ഞാൻ പ്രധാനമായിട്ട് തമ്പനയിൽ കൊടുത്ത ഒരു ആരോപണം, രേണു സുധിയുടെ പേര് കളയാൻ വേണ്ടി നടക്കുന്നു. നിനക്ക് ആ മനുഷ്യനെ ഒന്ന് വെറുതെ വിട്ടുകൂടെ? എന്തിനാണ് നീ അയാളുടെ പേര് വലിച്ചഴിക്കുന്നത്? ഇങ്ങനെയുള്ള കുറച്ച് ആരോപണങ്ങൾ ഞാൻ കേട്ടു. ഇതുവരെയുള്ള എല്ലാവരുടെയും അറിവിൽ ഈ കുഞ്ഞിന്റെ അച്ഛൻ സുധി തന്നെയല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ രേണുവിന്റെ ഭർത്താവല്ലേ സുധി? ഈ കൊച്ചിന്റെ അപ്പൻ സുധി തന്നെയല്ലേ? പിന്നെ ഇവൾ ആരുടെ കാര്യം പറയും? നാട്ടുകാരുടെ ആരുടെയും കാര്യം പറയാൻ പറ്റുമോ അവൾക്ക്? അവളുടെ ഭർത്താവിന്റെ കാര്യമല്ലേ പറയാൻ പറ്റൂ? ആ മക്കളുടെ അപ്പനാണ് സുധി, അവളുടെ ഭർത്താവാണ് സുധി. അവൾക്ക് എപ്പോഴും എന്തിനും ഏതിനും പറയാനുള്ളത് അവളുടെ ഭർത്താവിനെ കുറിച്ചാണ് അവൾക്ക്. അത് നാട്ടുകാരെന്തിനായി അത് കേട്ടിട്ട് ഇത്ര വിഷമിക്കുന്നത്? കാരണം അവളോടുള്ള അസൂയ കാരണം എന്തൊക്കെയാ പറഞ്ഞു പിടിപ്പിക്കുന്നത്. അവരെങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ. നമ്മൾ അവരുടെ വായടപ്പിക്കാനായിട്ട് അവരെ കൊണ്ട് ആവശ്യമില്ലാത്തത് പറഞ്ഞ് അവരുടെ പുറകെ നടക്കാതെ നമ്മളുടെ വായടച്ച് സ്വസ്ഥമായി സമാധാനമായി ജീവിക്കാൻ പോവുക. ആ കുടുംബം എങ്ങനെയെങ്കിലുമൊക്കെ നല്ല രീതിയിൽ ജീവിച്ചു പോട്ടെ. ആ കിച്ചുവിനെയും രേണുവിനെയും ഒക്കെ ഒന്ന് തമ്മിൽ തല്ലിച്ച് അതുങ്ങളെ ഒരു 3 വഴിക്ക് ആക്കാഞ്ഞിട്ട് ഉള്ള വിഷമം കുറച്ചൊന്നുമല്ല നമ്മുടെ ചാനലുകാർക്കും ആൾക്കാർക്കും ഒക്കെ ഉള്ളത്. നമ്മൾ ഒരാളെ താഴ്ത്താൻ എത്ര ശ്രമിക്കുന്നോ അതിനനുസരിച്ച് അവർ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. പിന്നെ ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നത്? ഏത് തരത്തിലായാലും ഒരാളെ വളരെ താഴ്ത്തി കെട്ടുന്നു എന്ന് കണ്ടാൽ, അല്ല അവര് ഒറ്റപ്പെടുത്തുന്നു എന്ന് കണ്ടാൽ, അല്ല അവരുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. ഏതെങ്കിലും ഒരു പണക്കാരനെയും പാവപ്പെട്ടവനെയും കണ്ടാൽ ഞാൻ ആ പാവപ്പെട്ടവന്റെ കൂടെ നിൽക്കുന്ന ആളാണ്. ഞാൻ അല്ല അടിച്ചു താഴ്ത്തുന്നവരെ കണ്ടാൽ ആ താഴ്ത്താൻ ആരെയാണോ ശ്രമിക്കുന്നത് ഞാൻ അവരുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഈ രേണുവിന്റെ കാര്യം ഞാൻ ഈ രീതിയിൽ സംസാരിക്കുന്നത്. അപ്പം നമ്മൾ ഈ കാണുന്നത് സോഷ്യൽ മീഡിയയിലുടെ മുമ്പിൽ ഈ വരുന്നത് മാത്രമല്ല സംസാരിച്ചിട്ടുള്ളത്, നടന്നിട്ടുള്ളത്, അതിൻ്റെ പിന്നിൽ പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ നമ്മൾ ഓർക്കുക, അതും കൂടി മനസ്സിലാക്കിക്കൊണ്ട് മാത്രം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ വലിയ വീഡിയോ ആയിപ്പോകും. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. അപ്പം ഇനിയും ഇതേപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.